So once again, good evening everyone. നമ്മളെല്ലാവരും ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നോട്ടിഫിക്കേഷൻ ടൈം വന്നപ്പോൾ അത് അപ്ലൈ ചെയ്യുകയും അതിന് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയുമായിരുന്നു അല്ലെ. അപ്പം റീസെന്റ് അതിന്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന്റെ എക്സാം ഡേറ്റ് ജൂലൈ 5-ാം തീയതി 2024 ജൂലൈ 5-ാം തീയതി എക്സാം ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ട് അതിനുള്ള കൺഫർമേഷൻ മെസ്സേജ് ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ടാവും. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 5 മെയ് 11-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനിയും ചെയ്യാത്തവര് ഈ വെബിനാർ കണ്ടതിന് ശേഷം ഉടനെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം എക്സാം നമുക്ക് വരുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജൂലൈ 5-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് ഓൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സാമിന്റെ, അതായത് ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി പോളിടെക്നിക് കോളേജ് അണ്ടർ DTE ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന പോളിടെക്നിക് കോളേജുകളിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ പോസ്റ്റിലോട്ടുള്ള ഒരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പം ഇതിന്റെ സിലബസ് നമുക്ക് നോക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം നമ്മളുടെ മൊഡ്യൂളിന് ഓരോ വെയിറ്റേജും, ആ മൊഡ്യൂളുകളിൽ നിന്ന് ഏതൊക്കെ കണ്ടന്റുകളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളതും, അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാനിങ്ങും, അതിനനുസരിച്ച് ഒരു റെഫറൻസ് മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം, ഏതൊക്കെ വീഡിയോസ് കാണണം, അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ, ഈ ഒരു രീതിയിലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്കായി നൽകുന്നത്. അപ്പോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ ആണ് 56,100 തൊട്ട് 1,77,500 വരെ വരും. അപ്പോ 2016 ഓൺവേർഡ്സ് നമ്മളുടെ സ്കെയില് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവൈസ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത് 56,100 ആണ്. ഈ 56,100ന്റെ 30% DA ഇപ്പൊ കറന്റ്ലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഏപ്രിൽ 2024 ഏപ്രിൽ ഓൺവേർഡ്സ് 30% DA കൊടുക്കുന്നുണ്ട്. ദെൻ ഏകദേശം നമുക്ക് ഇൻ ഹാൻഡ് ഒരു 75,000 സംതിങ് സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഗ്രോസ് സാലറിയാണ് 75,000 സംതിങ്. അതിൽ നിന്ന് നമുക്ക് റിഡക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് കുറച്ച് കുറവ്, ഒരു മാക്സിമം ഒരു 10-നുള്ളിൽ ഒരു കുറവ് വരും. എന്തായാലും 65,000 ഇൻ ഹാൻഡ് നമ്മളുടെ കയ്യിൽ കിട്ടും. നോട്ടിഫിക്കേഷൻ നമ്പർ 239/2023 ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അല്ലെ. ഇതിന്റെ കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് 11/5/2024 ആണ്. ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇതുപോലെ നല്ലൊരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന, അതും ഒരു ഗസറ്റഡ് പോസ്റ്റും കൂടെയാണ് ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. അതുകൊണ്ട് ഏവരും കൺഫർമേഷൻ ഉടനെ തന്നെ ചെയ്യുക. അതിനനുസരിച്ച് സിലബസ് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് മൊഡ്യൂളിനാണ് വെയിറ്റേജ് കൂടുതൽ, ഇങ്ങനെയുള്ള ഒരു ഹെൽപ്പാണ് ഇന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് മൊഡ്യൂൾസ് നോക്കാം. നോർമലി സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സിലബസിൽ 6 മൊഡ്യൂളുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, മൊഡ്യൂൾ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, മൊഡ്യൂൾ 4 ഡേറ്റ സ്ട്രക്ചർ, മൊഡ്യൂൾ 5 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, മൊഡ്യൂൾ 6 നെറ്റ്വർക്കിംഗ് ആൻഡ് വെബ് ടെക്നോളജി. ഇങ്ങനെ 6 മൊഡ്യൂളുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഓരോ മൊഡ്യൂളിനും വെയിറ്റേജുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ഒരു പോളിടെക്നിക് കോളേജിന്റെ ഒരു ലെക്ചർ പോസ്റ്റിലോട്ടുള്ള ഒരു എക്സാം നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്സിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നാൽ അത് നമുക്ക് റീസെന്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ നമ്മളുടെ എക്സാം കഴിഞ്ഞിരുന്നു അല്ലെ. നമ്മള്
2023 ഐ തിങ്ക് ജൂലൈ 27 തോന്നുന്നു നമ്മൾ ഇതേപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരെ വന്ന് നിൽക്കുന്ന സമയമാണ് ഇതിപ്പോ. അപ്പം അതിലും പോലും നമുക്ക് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട് പഠിക്കാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മാത്സ്, ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഈ 4 സബ്ജക്റ്റുകളും അതോടൊപ്പം തന്നെ നമുക്ക് മാത്സും, അങ്ങനെ 5 സബ്ജക്ട് ബേസിക്കിൽ നിന്ന് വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 40 മാർക്ക് 40 or 30 മാർക്ക് ആയിരുന്നു, 40 or 30 ഇത്രയും മാർക്ക് ബേസിക് സബ്ജക്റ്റിന് വേണ്ടി പോകുമായിരുന്നു. ദെൻ അതിനുശേഷം വരുന്ന 60-70 മാർക്കുകൾ മാത്രമായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കോർ സബ്ജക്റ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ലെക്ചർ ഇൻ IT-യുടെ സിലബസ് വന്നപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയി അതിന്റെ ഒരു മോഡ്. കാരണം അവിടെ 100 മാർക്ക് എന്ന് പറയുന്നതും നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവിടെ നമുക്ക് ബേസിക് സബ്ജക്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇനി നമുക്കറിയാം, ഇന്ന് തൊട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 70-71 ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇത്രയും ദിവസം കൊണ്ട് ഈ 6 മൊഡ്യൂൾ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ കുറെ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. ഈ പറയപ്പെടുന്ന സബ്ജക്റ്റുകളൊക്കെ കുറച്ചൊക്കെ ഫെമിലിയർ ആണ് നമുക്ക്. അതേസമയം നമുക്ക് മാത്സ് പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ബേസിക്സ് പഠിക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നേ ഭയങ്കര കുറച്ചുകൂടെ ബുദ്ധിമുട്ടായേനെ നമുക്ക്. കാരണം ഇത് ഒരു ബിടെക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ നമ്മൾ ബിടെക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റുകളാണ് ഈ പറയപ്പെടുന്ന സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ. ഇതൊക്കെ വീണ്ടും ഒന്നും കൂടെ പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബേർഡൻ ആണ്. അപ്പൊ ആ ഒരു ബേർഡൻ നമ്മളുടെ ഈ ഒരു ലെക്ചർ ഇൻ IT-യുടെ സിലബസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 70 ദിവസം നമുക്ക് മതി ധാരാളം. ഈ 6 മൊഡ്യൂളുകൾ പഠിച്ചെടുക്കുവാൻ വേണ്ടി നമ്മളുടെ കോർ സബ്ജക്റ്റുകളാണ് അല്ലെ. കമ്പ്യൂട്ടർ സയൻസുകാർക്കായാലും ഇൻഫർമേഷൻ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കായാലും നമ്മളുടെ കോർ സബ്ജക്റ്റുകൾ തന്നെയാണിത്. അപ്പം ഈ സബ്ജക്ട് പഠിച്ചെടുക്കാൻ നമുക്ക് 70 ദിവസം തന്നെ ധാരാളം. അത് നമുക്ക് പഠിച്ചെടുക്കാൻ തന്നെ പറ്റും, നമ്മൾ വിചാരിക്കണം. അപ്പൊ നമ്മളുടെ ഈ ഓരോ മൊഡ്യൂളുടെയും വെയിറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം നമ്മുടെ കോർ സബ്ജക്റ്റുകളാണ്. നമ്മൾ പല തരത്തിലുള്ള എക്സാമുകൾ എല്ലാം ഇതിന് തൊട്ട് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സാം പാറ്റേണും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരുവിധം അറിയാം. എന്നാൽ അറിയാത്തവരുണ്ടാവാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളും നമ്മൾ ഓൾറെഡി ബിടെക്കിൽ പഠിച്ച സബ്ജക്റ്റുകളാണ് ഇതെല്ലാം. അപ്പൊ നമുക്കറിയാം ഓരോ കാര്യങ്ങളും നമുക്ക് അത്ര ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ലാഘവത്തോടു കൂടി ഇരിക്കേണ്ടി വരില്ല ഈ ഒരു ക്ലാസ്സുകളിൽ. അപ്പൊ നമുക്ക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യങ്ങൾ പൊടി തട്ടിയെടുത്ത് പഠിച്ചാൽ മാത്രം മതി. ഇനി അതിനുള്ള ധാരാളമായ സമയം ഈ 70 ദിവസങ്ങളിലുണ്ട്. അപ്പൊ നമ്മളുടെ മൊഡ്യൂളുകൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. വീണ്ടും ഞാൻ വെയിറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആണ്. അതിന് 25 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 3 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അയ്യോ അത്രയും സബ്ജക്ട് ഇനിയും ഉണ്ടോ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെപ്ത് പഠിക്കേണ്ടി വരുമല്ലോ, അല്ലെ അത്രയും കൺസെപ്റ്റ് കൂടുതൽ പഠിക്കേണ്ടി വരുമല്ലോ എന്ന് തോന്നണ്ട. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനോടൊപ്പം തന്നെ നമുക്ക് മൈക്രോ പ്രോസസർ വരുന്നുണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ 3 മൊഡ്യൂളുകൾ കൂടി ചേരുന്നതാണ്, അല്ലെങ്കിൽ 3 സബ് ടോപ്പിക്കുകൾ കൂടി ചേരുന്നതാണ് മൊഡ്യൂൾ 1. അതിൽ 25 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് തന്നിരിക്കുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് വാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. 15 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഏത് മൊഡ്യൂളിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, വെയിറ്റേജ് കൂടുതലുള്ള മൊഡ്യൂൾ ഏതാണ്, അതിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലെവലും കൂടെ നോക്കുക. ഏത് മൊഡ്യൂളാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് എനിക്ക് കുറച്ചുകൂടെ ടഫ് ഉള്ളത്, അത് നമ്മൾ ആദ്യം തന്നെ പഠിക്കാനായിട്ട് എടുക്കുക.
കാരണം അതിനായിരിക്കുമല്ലോ കുറച്ചുകൂടെ സമയം എടുക്കുന്നത്. അപ്പൊ നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ടാകും, നല്ല നല്ല റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, മോക്ക് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കുറെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സബ്ജക്റ്റിലോട്ട് നല്ലൊരു നോളജ്, തിയറിറ്റിക്കൽ നോളജിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു തിയറിറ്റിക്കൽ ആ ഒരു കൺസെപ്റ്റിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ നോളജ് ലെവൽ എവിടം വരെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വാസ്റ്റ് മൊഡ്യൂൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 15 മാർക്കാണ് അതിൽ നിന്നുള്ളത്. മൊഡ്യൂൾ 3 പോകുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. 2 സബ്ജക്റ്റ് ആണ് അതിൽ നിന്ന് വരുന്നത്. അതായത് ഓപ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റുമാണ് ആ ഒരു മൊഡ്യൂൾ 3 നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1 നിന്ന് 3 സബ്ജക്ട്സ് നോക്കി. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് 1 സബ്ജക്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിന്ന് 2 സബ്ജക്ട്. ദെൻ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡേറ്റാ സ്ട്രക്ചർ ആണ്. 10 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡിഫറെന്റ് ഡേറ്റാ സ്ട്രക്ചർ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നും അത് ആ ഡിഫറെന്റ് ഡേറ്റാ സ്ട്രക്ചർ കൺസെപ്റ്റുകൾ തന്നെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. മൊഡ്യൂൾ 4 10 മാർക്കാണ് അതിലുള്ളത്. അവിടെ വീണ്ടും നമ്മൾ ഒരു സബ്ജക്റ്റ് ആണ് നോക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 5 നമുക്ക് ഒരു സബ്ജക്റ്റ് ആണ്, അവിടെ 10 മാർക്കാണ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നമുക്കറിയാം DBMS എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ സബ്ജക്ട് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക്. മൊഡ്യൂൾ 6 സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കിംഗ് ആൻഡ് വെബ് ടെക്നോളജി ആണ്. അവിടെ 25 മാർക്കാണ് എഗെയിൻ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഈ 25 മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 മൊഡ്യൂൾ ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, വെബ് ടെക്നോളജി. അതായത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ 2 കൺസെപ്റ്റുകളാണുള്ളത്. ഡേറ്റ കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ വെബ് ടെക്നോളജി പാർട്ടും നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇത്രയും കൺസെപ്റ്റുകൾ കൂടി ചേരുന്നതാണ്, അല്ലെങ്കിൽ ഇത്രയും പോർഷൻസ് കൂടി ചേരുന്നതാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ടോട്ടൽ 100 മാർക്ക് നമുക്ക് കിട്ടി അല്ലെ? എങ്ങനെയാണ്? 25 + 15 + 15 + 10 + 10 + 25 ടോട്ടൽ 100 മാർക്ക്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് ഇല്ല. ഇവിടെ നമുക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ലെക്ചർ പോസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. മെക്കാനിക്കൽ ആയിക്കോട്ടെ, ലെക്ചർ ഇൻ മെക്കാനിക്കൽ, ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ്, ലെക്ചർ ഇൻ ഇലക്ട്രിക്കല്, ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് എന്ത് പഠിക്കണമായിരുന്നു? ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 മാർക്ക്, ഐ തിങ്ക് 30 or 40 മാർക്ക്, മാത്സും കൂടെ കൂട്ടുമ്പോൾ 40 മാർക്കും കൂടെ നമുക്ക് ആ ഒരു ബേസിക് സബ്ജക്റ്റിൽ നിന്ന് പോകുമായിരുന്നു. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതൊരു പ്ലസ് പോയിന്റുമാണ്. അതോടൊപ്പം തന്നെ വരുന്ന ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഈ ബേസിക് സബ്ജക്റ്റ് നോക്കാത്തവർക്ക്, ഇതുവരെയും നോക്കാത്തവർക്ക്, കോർ സബ്ജക്റ്റിൽ നല്ല ഐഡിയ ഉള്ളവർക്ക് നല്ലൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാം തന്നെയാണ് ഈ പറയപ്പെടുന്ന ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. കാരണം എപ്പോഴും നമ്മളുടെ നെഗറ്റീവ് മാർക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് മാർക്ക് പോകുന്നത് നമുക്ക് ഒട്ടും അറിയാത്ത ഏരിയയിൽ നിന്നായിരിക്കും. അതായത് നമ്മുടെ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട് നമുക്ക് അധികം അറിയില്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊന്ന് ആൻസർ ചെയ്യണം തോന്നിയാൽ ആൻസർ ചെയ്താൽ നെഗറ്റീവ് അടിക്കുന്നത് അവിടെയായിരിക്കും. കാരണം നമ്മുടെ കോർ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുവിധം നോളജ് ഉണ്ട്, നമുക്ക് നെഗറ്റീവ് അടിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ കുറവായിരിക്കും. കാരണം അത്രത്തോളം ഷുവർ ഉള്ളത് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 100% ഷുവർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 80% ഷുവർട്ടി ഉണ്ട് എങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തോളൂ. കഴിവതും നെഗറ്റീവ് മാർക്ക് അതാണ് നമ്മളെ എപ്പോഴും പുറകോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ റാങ്കിന്റെ മുൻനിരയിൽ നിന്ന്, അല്ലെങ്കിൽ മുൻനിരയിൽ നിന്ന് നമ്മളെ എപ്പോഴും പുറകോട്ട് വലിക്കുന്നത് ഈ നെഗറ്റീവ് മാർക്കിംഗ് ആണ്.
നമുക്കൊരു ആവേശത്തിന് നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നവർ കുറെ ബബിൾ ചെയ്തല്ലോ, അങ്ങനെ ഒരു ആവേശം, അല്ലെങ്കിൽ എനിക്കിത് അറിയാം, ഞാൻ അങ്ങനെയാണല്ലോ പഠിച്ചത്, ആ ഒരു ചിന്തയിൽ ഒരു 50-50 ചാൻസിൽ ഒരിക്കലും നിങ്ങൾ ആൻസർ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, നമുക്ക് നെഗറ്റീവ് മാർക്ക് 1/3 ആണ് പറയുന്നത് എങ്കിലും നമ്മൾ ആൻസർ ചെയ്ത്, സപ്പോസ് ഇപ്പൊ നമ്മള് ഒരു 50 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, അതില് 40 എണ്ണം കറക്റ്റായി, 10 എണ്ണം തെറ്റി അല്ലെ. അപ്പൊ ഈ 40 എണ്ണം ശരിയാകുമ്പോൾ നമുക്ക് 40 മാർക്ക് ഉറപ്പായി. ഈ 10 എണ്ണം തെറ്റിയതിന്റെ നെഗറ്റീവ് മാർക്ക് നമുക്ക് ഈ 40 നിന്ന് കുറച്ചെടുക്കേണ്ടി വരും. അപ്പൊ നമ്മളൊരു 30 റേഞ്ചിലോട്ട് നമ്മൾ മാറേണ്ടി വരും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് ഒരു ഷുവർട്ടി ഉണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 80 അബോ നിങ്ങൾക്ക് ഒരു അഷ്വറൻസ് ഉണ്ട്, ഇത് കറക്റ്റ് ആണ്, ഇത് എനിക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തോളുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ കുറെ കോമ്പറ്റേറ്റീവ് എക്സാം നടന്നതുകൊണ്ട്, അതായത് കഴിഞ്ഞ ഒരു 2023 നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു, പോളിടെക്നിക് ലെക്ചർ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു, നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ പോസ്റ്റ്, പ്രോഗ്രാമറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ അവരുടെ ഇടയിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് HSSCയുടെ എക്സാം വരുന്നുമുണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷൻ ഒപ്പം നിൽക്കുമ്പോ നമ്മൾ അതിനനുസരിച്ച് നല്ലൊരു കട്ട് ഓഫ്, ഇപ്പൊ എല്ലാ എക്സാമിനും നല്ല കട്ട് ഓഫ് ആണ് വരുന്നത്. നമ്മുടെ ലെക്ചർ ഇൻ പോളിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ് ഓൾമോസ്റ്റ് ഐ തിങ്ക് 36 സംതിങ് ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത്, ലെക്ചർ ഇൻ പോളി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസിന്റെ കട്ട് ഓഫ് 50 റേഞ്ച് ആണ്. പ്രോഗ്രാമറിന്റെ പല കട്ട് ഓഫുകളാണ്, 50 റേഞ്ച് ഉണ്ട്, 60 റേഞ്ച് ഉണ്ട്. അപ്പൊ അത്രയും കോമ്പറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പഠിക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്നതും. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അതിന് നമ്മളുടെ സിലബസ് നല്ല രീതിയിൽ, ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ആവാതെ. പിന്നെ വേറൊരു കാര്യം, ടോപ്പിക്ക് സ്കിപ്പ് ആകാതെ പഠിക്കുക, അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതിനേക്കാളും ഉപരി നമ്മൾ നോക്കേണ്ടത് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ്, ഇപ്പൊ മിക്ക ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് വരുന്നത്. അപ്പം ആ കൺസെപ്റ്റുകൾ നമുക്കെല്ലാം, നമ്മൾ സത്യം പറഞ്ഞാൽ തിയറിറ്റിക്കലി നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, പക്ഷെ നമുക്കത് ചെയ്യാൻ അറിയില്ല. തിയറിറ്റിക്കലി നമുക്കറിയാം. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ തിയറിറ്റിക്കലി അവർ ചോദിക്കുന്നതിന് കറക്റ്റ് പറഞ്ഞില്ലേലും ആ ഏരിയ ഒന്ന് ടച്ച് ചെയ്ത് പോയാലും നമുക്ക് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു അറിയാം, കൺസെപ്റ്റ് അറിയാം എന്ന് പറയും. ഇത് നമുക്ക് കൺസെപ്റ്റ് അറിയുമോ അല്ല ഇവിടെ ഇവാലുവേഷൻ നടക്കുന്നത്. ഇവിടെ നമുക്ക് ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് ആൻസർ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈസി ആയിട്ട് ഈ 100 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 75 മിനിറ്റ്സ് ആണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. അപ്പോ ആ 75 മിനിറ്റ്സിൽ നമുക്ക് ഈ 100 മാർക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് സമയം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ടൈമിംഗ് ഉണ്ടാവും. ആ ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ ടാഗ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ടാഗ് റിമൂവ് ചെയ്തു, ആ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ എവിടെയെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇല്ല എങ്കിൽ പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. പെട്ടെന്നൊന്ന് വായിച്ച് നോക്കാനല്ല, നമുക്കൊന്ന് ആ ഒരു 100 ക്വസ്റ്റ്യനിലും പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് നോക്കുക. ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് ടൈം എടുത്തോളൂ നിങ്ങൾ. ദെൻ അതിനുശേഷം നിങ്ങളുടെ കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റിലോട്ട് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ കോൺഫിഡൻസ് കൂടുതൽ, ആ സബ്ജക്റ്റിലോട്ട് നിങ്ങൾ ആദ്യം പോവുക. കാരണം മിക്കവരും പറയുന്ന ഒരു പ്രശ്നമാണ്, ആദ്യം നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി, ഒന്ന് തൊട്ട് ഇങ്ങനെ ആൻസർ ചെയ്ത് വന്നു, പക്ഷെ എനിക്ക് അറിയാവുന്ന ആൻസർ വന്നപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സജഷൻ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടുതലുള്ള പോർഷൻ ഏതാണോ അത് നമുക്കറിയാം. മേ ബി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചർ ആയിരിക്കാം. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എവിടെയാണോ കൂടുതലുള്ളത് ആ ഒരു പോയിന്റിൽ നിങ്ങൾ പോവുക, അവിടെ നിങ്ങൾ ആൻസർ ചെയ്യുക. ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ആൻസർ ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ അടുത്തടുത്ത ലെവലിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും
ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. അയ്യോ ടൈം കിട്ടിയില്ലല്ലോ, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മളുടെ സിലബസ് പ്രകാരം 100 മാർക്കാണ്. അപ്പൊ നമുക്ക് എത്ര സബ്ജക്റ്റാ പഠിക്കാനുള്ളത് നോക്കിക്കേ. നമുക്ക് പഠിക്കാനുള്ളത് 3 1 4, 4 2 6, 6 1 7, 8, 8 3 11 സബ്ജക്ട് നമുക്ക് പഠിക്കണം. 11 സബ്ജക്ട് 70-71 ദിവസത്തിനുള്ളിൽ നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ കയ്യിലുള്ള ഒരു വലിയൊരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. ഈ ഒരു 11 സബ്ജക്ട് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു 11 സബ്ജക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകൾക്കും ഉപകാരപ്പെടും. ഒരു വാശിയോടുകൂടി നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന HSS നിങ്ങളുടെ കയ്യിലുണ്ട്. ലെക്ചറിന് പോലെ നമുക്ക് ജൂലൈയിലുണ്ട്. HSSയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കണം അല്ലെ. എന്തായാലും നമ്മൾ ഈ എക്സാമിന് വേണ്ടി ഇത് പഠിച്ചേ പറ്റൂ. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ഈ പഠിത്തം തുടങ്ങുക. അതിന് നമുക്ക് വേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെ വേണ്ടി വരും. ഓക്കെ, ദെൻ നമ്മുടെ സിലബസിലോട്ട് പോവാണ്. സിലബസ് അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ 3 സബ്ജക്റ്റുകളാണുള്ളത്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, മൈക്രോ പ്രോസസർ. ഈ 3 മൊഡ്യൂളുകളും നമ്മൾ ഓൾറെഡി ബിടെക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതില് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിളിലോട്ട് നമ്മൾ എത്തുകയാണ് എങ്കിൽ ആദ്യം തന്നെ നമ്പർ സിസ്റ്റം. ഓക്കെ, ബേസിക്കലി നമ്പർ സിസ്റ്റം എന്താണെന്ന് നമുക്ക് അറിയണം. പലതരത്തിലുള്ള നമ്പർ സിസ്റ്റം ഉണ്ട്. ബൈനറി, അതായത് സീറോസ് ആൻഡ് വൺസ്. ഡെസിമൽ, അതായത് 0 to 9. ഒക്ടൽ അല്ലെ, ഒക്ടൽ മീൻസ് 0 to 7. ഹെക്സാഡെസിമൽ 0 to 15. ഓക്കെ, ഈ നമ്പർ സിസ്റ്റം ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന നമ്പർ സിസ്റ്റം ഇത്രയുമാണ്. ഇതിന്റെ കൺവേർഷൻസ് ഉണ്ട്. അതായത് ബൈനറിയിൽ നിന്ന് ഡെസിമൽ, ബൈനറിയിൽ നിന്ന് ഒക്ടൽ, ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമൽ, തിരിച്ചും അങ്ങോട്ടും. ഓക്കെ, അങ്ങനെയുള്ള കൺവേർഷൻസ് കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഈ കൺവേർഷൻസിൽ നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ കൺവേർഷൻസ് എങ്ങനെ പഠിക്കും? ചുമ്മാ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ നോക്കണം. ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിളിൽ നിന്ന് തിയറിറ്റിക്കലി അതോടൊപ്പം തന്നെ തിയറിറ്റിക്കലിയും അതോടൊപ്പം തന്നെ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തിയറി പ്ലസ് പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ദെൻ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, ബൂളിയൻ ആൾജിബ്ര. ഓക്കെ, ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്സ്, സോപ്പ്, പോസ്. അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഡിവിഷൻ അറിയാം. ഇതെല്ലാം നമ്മളുടെ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പെർഫോം ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ ബൂളിയൻ ആൾജിബ്ര. ദെൻ ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഗേറ്റുകളായിട്ടുള്ള ഓറ്, ആൻഡ്, നോട്ട്. ദെൻ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ള നോറ്, നാൻഡ്, ഇതെല്ലാം യൂണിവേഴ്സൽ ഗേറ്റ്സുകളാണ്. ഓക്കെ, ദെൻ അതുകൂടാതെ പലതരത്തിലുള്ള ഗേറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം സോപ്പ്, പോസ് അല്ലെ, സം ഓഫ് പ്രൊഡക്റ്റും പ്രൊഡക്റ്റ് ഓഫ് സമ്മും നമ്മുടെ ബൂളിയൻ ആൾജിബ്ര വരുന്ന ഓരോ എക്സ്പ്രഷൻസുകളാണ്. അതിലെ മിൻ ടേമും മാക്സ് ടേമും ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. വലിയൊരു എക്സ്പ്രഷൻ തരും. ആ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി അതിനുശേഷം ബൂളിയൻ എക്സ്പ്രഷൻ, അതിന്റെ സിംപ്ലിഫിക്കേഷൻ, പോസ്റ്റുലേറ്റ് ആൻഡ് തിയറംസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള തിയറംസ് ഉണ്ട്. ഡി മോർഗൻസ് ലോ ഉണ്ട്, ഡ്യുവാലിറ്റി തിയറം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തിയറംസ് ഉണ്ട്.
ദെൻ അതിനുശേഷം കെ മാപ്പ്. കെ മാപ്പ് ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. കെ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഫോർമാറ്റിൽ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് കെ മാപ്പ്. ദെൻ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. അവിടെ നമുക്ക് ആർഡർ, ഹാഫ് ആർഡർ ഉണ്ട്, ഫുൾ ആർഡർ ഉണ്ട്, സബ്ട്രാക്ടർ, അവിടെയും ഹാഫും ഫുള്ളും ഉണ്ട്, മൾട്ടിപ്ലക്സർ ഉണ്ട്, ഡിമൾട്ടിപ്ലക്സർ ഉണ്ട്. മൾട്ടിപ്ലക്സറിന്റെ ഫങ്ഷണാലിറ്റി എന്താണ്, ഡിമൾട്ടിപ്ലക്സറിന്റെ ഫങ്ഷണാലിറ്റി എന്താണ്, അതിന് പല തരത്തിലുള്ള മോഡുകളുണ്ട്, ഐ മീൻ പല തരത്തിലുള്ള മൾട്ടിപ്ലക്സറുകൾ ഉണ്ട്, അതിന്റെ കാര്യങ്ങള്. ദെൻ എൻകോഡർ എന്താണ്, ഡീകോഡർ എന്താണ്, ഇതിന്റെ ഫങ്ഷണാലിറ്റീസ്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അവിടെ നമുക്ക് 4 തരത്തിലുള്ള സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ് വരുന്നത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്സ്. ദെൻ അതിനുശേഷം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, അസിൻക്രണസ് ആൻഡ് സിൻക്രണസ് മോഡുലോ എൻകൗണ്ടേഴ്സ്. ഈ മോഡുലോ എൻകൗണ്ടേഴ്സിൽ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മള് തിയറി ആദ്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ തിയറി കുറച്ചുകൂടെ തറവാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ കീപ്പ് ചെയ്ത് വെക്കുക. ദെൻ എക്സാമിന് 2 ദിവസം മുമ്പ് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതെല്ലാം നല്ലൊരു മെമ്മറിയിൽ വീണ്ടും വീണ്ടും അത് റീകളക്ട് ചെയ്തെടുക്കാൻ നല്ല ഉപകാരപ്പെടുന്ന മെത്തേഡുകളാണ്. രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മൾട്ടി പ്രോസസർ ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിന്റെ ഡിഫറൻസ് ബേസിക്കലി വരും. ദെൻ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലർ ഡയറക്ടറീസ്, സെമി കണ്ടക്ടർ മെമ്മറി, ഇന്റേണൽ ഓർഗനൈസേഷൻ, SRAM, DRAM, SDRAM ടെക്നോളജി, റാംബസ് മെമ്മറി, ROM ടെക്നോളജി, ക്യാഷെ മെമ്മറി, റിച്വൽ മെമ്മറി, വർക്കിംഗ് ഓഫ് മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് ടേപ്പ്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഇൻസ്ട്രക്ഷൻ സീക്വൻസിംഗ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, ഹാർഡ്വയർഡ് കൺട്രോൾ യൂണിറ്റ്, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്, മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, പൈപ്പ് ലൈനിങ്. ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന എല്ലാ ടോപ്പിക്കുകളും ഈ സിലബസിലുണ്ട്. ആദ്യം തന്നെ നമ്മൾ മൾട്ടി പ്രോസസറും മൈക്രോ കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുക. അതിനുശേഷം അസംബ്ലി ലാംഗ്വേജിലെ നിമോണിക്സിന്റെ കോഡുകൾ, അതുപോലെ തന്നെ അസംബ്ലറിന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്. ദെൻ മെമ്മറിയിലോട്ട് വരുവാണ്. മെമ്മറി ഹൈറാർക്കി തന്നെ നമ്മൾ നോക്കണം. സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി, ക്യാഷെ മെമ്മറി, രജിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗനൈസേഷൻ മെമ്മറിയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൈമറി മെമ്മറി DRAM ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ക്യാഷെ മെമ്മറി SRAM ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ അതിന്റെ ഒരു മിക്സപ്പ് ആയിട്ടുള്ള SDRAM ടെക്നോളജി ഉണ്ട്. ദെൻ റാംബസ് മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കണം. ദെൻ അതിനുശേഷം ROM ടെക്നോളജി എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ROM ഉണ്ട് അല്ലെ. PROM, that is programmable read-only memory. Then electrically erasable programmable read-only memory. Then erasable programmable read-only memory. അങ്ങനെ 3 എണ്ണം ജനറലൈസ് ചെയ്ത് നമ്മൾ പഠിക്കാറുണ്ട്. ദെൻ ക്യാഷെ മെമ്മറിയുടെ അതിൽ നമ്മൾ എന്തിനാണ് ക്യാഷെ മെമ്മറിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ക്യാഷെ മെമ്മറിയുടെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഡയറക്റ്റ് ക്യാഷെ മെമ്മറി പഠിക്കാറുണ്ട്, അസോസിയേറ്റീവ് ക്യാഷെ മെമ്മറി പഠിക്കാറുണ്ട്, സെറ്റ് അസോസിയേറ്റീവ് ക്യാഷെ മെമ്മറി പഠിക്കാറുണ്ട്. ദെൻ അതിനുശേഷം വിർച്വൽ മെമ്മറി കൺസെപ്റ്റ്. ഓക്കെ, എന്തിനാണ് വിർച്വൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുക. ദെൻ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലോട്ട് പോകുമ്പോൾ ഡിസ്കും ടേപ്പും, ഡിസ്കിന്റെ അതിന്റെ ഒരു ഫിഗർ വെച്ചിട്ട് അതിൽ ഓരോ കോമ്പണന്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. ഇവർ തമ്മിലുള്ള കൺസെപ്റ്റുകളും അതോടൊപ്പം തന്നെ ഒപ്റ്റിക്കൽ ഡിസ്കുമായിട്ടുള്ള ഒരു കമ്പാരിസണും കാര്യങ്ങളും എല്ലാം നോക്കുക. ദെൻ ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്. ഒരു ഇൻസ്ട്രക്ഷൻ വന്നാൽ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്കറിയാം ഇൻസ്ട്രക്ഷന് പല ഫേസുകൾ ഉള്ളതുപോലെ തന്നെ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, മെമ്മറി റൈറ്റ് ബാക്ക് അല്ലെ.
അപ്പം അല്ലെങ്കിൽ റിസൾട്ട് റൈറ്റ് ബാക്ക്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്ങിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് CPU-ലാണ്. CPU-ൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ രണ്ട് കൺട്രോൾ യൂണിറ്റിന്റെ കൺസെപ്റ്റുകളാണ് ഹാർഡ് വയേർഡ് കൺട്രോൾ യൂണിറ്റും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ദെൻ എന്താണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്? ദെൻ എന്തിനാണ് നമ്മൾ പൈപ്പ് ലൈനിങ്, അല്ലെ? പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി, സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ പൈപ്പ് ലൈനിങ് ടെക്നിക് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പൈപ്പ് ലൈനിങ് കൺസെപ്റ്റിലോട്ട് വരുന്നത്. അടുത്ത രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്മളുടെ ടോപ്പിക് എന്താണ്? മൈക്രോ പ്രോസസർ ആണ്. ചെറിയൊരു ടോപ്പിക് ആണ് കേട്ടോ. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 8085-ഉം 8086-ന്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാം. ദെൻ ഇന്റർഫേസിംഗ് വിത്ത് പെരിഫറൽ ഡിവൈസും മൈക്രോ കൺട്രോളേഴ്സുമാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ടോപ്പിക്കുകളും നന്നായിട്ട് നോക്കുക. ദെൻ PYQ ക്വസ്റ്റ്യൻസും കൺസെപ്റ്റുകൾ വെച്ച് മനസ്സിലാക്കി പഠിക്കുക. വീണ്ടും മൊഡ്യൂൾ 2-ലോട്ട് പോയാൽ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൊഡ്യൂൾ 2-ല് 25 ആണ് മാർക്ക്. ഓക്കെ, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇവിടെ 15 ആണ് നമുക്ക് തന്നിരിക്കുന്ന മാർക്ക്. അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെ? ബാച്ച് സിസ്റ്റം വരുന്നുണ്ട്, മൈക്രോ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്, ടൈം ഷെയർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി പ്രോസസർ സിസ്റ്റം, റിയൽ ടൈം സിസ്റ്റം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിഫറൻസ് വെച്ച് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കുക. ദെൻ പ്രോസസ് മാനേജ്മെന്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റിയിലോട്ട് നമ്മൾ കയറുവാണ്. അതിലെ ആദ്യത്തെ ഫംഗ്ഷനാലിറ്റിയാണ് പ്രോസസ് മാനേജ്മെന്റ്. എന്താണ് പ്രോസസ് എന്ന് പറഞ്ഞാല്? പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ് ഒരു പ്രോസസ്സിനെ പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം ഇൻ മെമ്മറി ആണ് നമ്മൾ അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ ആ പ്രോസസ്സിന്റെ ഒരു കൺട്രോൾ ബ്ലോക്ക് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് PCB എന്ന് പറയും, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ദെൻ അതിനുശേഷം പ്രോസസ്സും ത്രെഡും എന്താണെന്ന് പഠിക്കുക. പ്രോസസ്സും ത്രെഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ തമ്മിൽ ഡിഫറൻസ് പഠിക്കുക, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പഠിക്കുക. ദെൻ എന്താണ് മൾട്ടി ത്രെഡിങ് എന്ന് നോക്കുക. ദെൻ ഈ പ്രോസസ്സുകൾ കുറെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ് പ്രോസസ് എന്ന് പറഞ്ഞു. ഈ പ്രോസസ്സുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ CPU എക്സിക്യൂട്ട് ചെയ്യും? അതിനുവേണ്ടി CPU ഷെഡ്യൂളിംഗ് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ CPU ഷെഡ്യൂളിംഗ് മെക്കാനിസം എന്ന് പറയുമ്പോൾ അവിടെ ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്തൊരു കോണ്ടെക്സ്റ്റിലോട്ട് CPU പെട്ടെന്ന് മാറുന്നതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഷെഡ്യൂളേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഓരോ പ്രോസസ്സിന്റെയും കോണ്ടെക്സ്റ്റുകളാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പൊ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിയംറ്റീവ് പ്രോസസ്സുകളാവാം, നോൺ പ്രിയംറ്റീവ് പ്രോസസ്സുകളാവാം. വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവരും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരുമായിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഷെഡ്യൂളിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, മൾട്ടി ലെവൽ ഷെഡ്യൂളിംഗ് ആൻഡ് മൾട്ടി ലെവൽ വിത്ത് ഫീഡ്ബാക്ക് ഷെഡ്യൂളിംഗ്. ഇതെല്ലാം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ് ഷെഡ്യൂളിംഗ് കൺസെപ്റ്റുകളാണ്. ദെൻ അതിനുശേഷം നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വരുക. ഒരു റേസ് നടത്തുവാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു റിസോഴ്സ് കിട്ടാൻ വേണ്ടി അവര് ഒരു റേസ് നടത്തുവാണ്. അതാണ് ഈ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് മെമ്മറി ആവാം, ഒരു ഡേറ്റ ആവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, അപ്പം ഒരു കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് നമ്മൾ റേസ് കണ്ടീഷൻ പഠിക്കുന്നത്. ഇനി ആ റിസോഴ്സിന് ഇങ്ങനെ ഈ റേസ് കണ്ടീഷൻ നടക്കുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ആയ ഒരു അവസ്ഥയാണ്. ഓക്കെ, കുറെ റിസോഴ്സുകൾ അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ പേപ്പർ കിട്ടാനും അയാൾ എന്റെ കയ്യിൽ നിന്നുള്ള പേന കിട്ടാനും.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്തൊരവസ്ഥേനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് ആയിട്ട് പണ്ട് പഠിച്ചിട്ടുള്ളത്. ആ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിനുശേഷം പിന്നീട് വരുന്ന ഒരു നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷനാലിറ്റിയാണ് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും, അതിനുവേണ്ടി അഡ്രസ് ബൈൻഡിങ് ടെക്നിക്ക് പഠിക്കണം. അതോടൊപ്പം അതിൽ എന്താണ് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും എന്ന് പഠിക്കണം. കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്കുകൾ പഠിക്കണം. അവിടെ നമുക്ക് വരുന്നത് ഫിക്സഡും പാർട്ടീഷനുമായിട്ടുള്ള മെമ്മറി അലോക്കേഷൻ ആണ്. മാത്രമല്ല അവിടെ നമുക്ക് വീണ്ടും പഠിക്കാനായിട്ടുള്ളതാണ് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേർസ്റ്റ് ഫിറ്റ് അലോക്കേഷൻസ്. ഇങ്ങനെ നമ്മൾ മെമ്മറിനെ മുറിച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കപ്പെടുമ്പോൾ അവിടെ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇന്റേണൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ദെൻ നമ്മൾ പേജിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് പിന്നീട് പഠിക്കും. ദെൻ സെഗ്മെന്റേഷൻ പഠിക്കും. അതോടൊപ്പം തന്നെ ആ പേജിങ് കൺസെപ്റ്റിൽ വരുന്നതാണ് ഡിമാൻഡ് പേജിങ്, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. നമ്മൾ നേരത്തെ ഷെഡ്യൂളിംഗ് അൽഗോരിതം പഠിച്ചതുപോലെ തന്നെ ഈ പേജുകളെ മാറ്റി കൊടുക്കാൻ വേണ്ടി മെമ്മറിയുടെ ഓരോരോ മെമ്മറിനെ ഓരോ ചെറിയ പോർഷൻ ആക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓരോ ബ്ലോക്ക് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു പേജുകളായിട്ട് മെമ്മറിയുടെ ഓരോ ഇതിനെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ പേജിനെ നമ്മൾ മെമ്മറിയിലോട്ട് കൊടുക്കുമ്പോൾ ആരെ തിരിച്ചെടുക്കണം, ആരെ പുതിയതായിട്ട് വെക്കണം, ഇതിനെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്കുള്ള കൺസെപ്റ്റുകളാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. അവിടെ നമ്മൾ പഠിക്കുന്നത് ഫിഫോ, ഒപ്റ്റിമൽ, ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ഈ പറയപ്പെടുന്ന അൽഗോരിതംസ് ആണ്. അപ്പം ഈ അൽഗോരിതംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് ഈ അൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ത്രാഷിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് വരുന്നത് അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷണാലിറ്റി ആണ് ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തില് സീക്വൻഷ്യൽ ഉണ്ട്, ഇൻഡെക്സ്ഡ് ഫയൽ ഓർഗനൈസേഷൻ ഉണ്ട്. അതോടൊപ്പം അതിന്റെ ഡയറക്ടറി സ്ട്രക്ചർ പഠിക്കണം. കണ്ടിഗ്വസ്, ലിങ്ക്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ, ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലാണ് നമ്മൾ നേരത്തെ ഫിഫോ, ഒപ്റ്റിമൽ, LRU, അതുപോലെ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സി സ്കാന്, സി ലുക്കപ്പ്, അതുപോലെ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഇതെല്ലാം ഇവിടെയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പലതരത്തിലുള്ള ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതവും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മൊഡ്യൂൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നന്നായിട്ട് ഇൻഡെപ്ത് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഞാനത് ഡിമോട്ടിവേറ്റ് ചെയ്യുവല്ല, നന്നായിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്ത മൊഡ്യൂളിലോട്ട് നമുക്ക് പോകുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളാണ്. അവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. 15 മാർക്കാണ് എന്നാണ്. ഓക്കെ, അവിടെ നമുക്ക് 2 സബ്ജക്റ്റുകളാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ്, ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതായത് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് നമ്മൾ പഠിക്കണം. അതുപോലെ അവിടെ വാട്ടർഫോൾ മോഡൽ ഉണ്ട്, പ്രോട്ടോടൈപ്പ് മോഡൽ ഉണ്ട്, ഐറ്ററേറ്റീവ് മോഡൽ ഉണ്ട്, സ്പൈറൽ മോഡൽ ഉണ്ട്. ഇതെല്ലാം അതിനുള്ളിൽ വരുന്നതാണ്. സിലബസിൽ അത് കാണിച്ചിട്ടില്ല, നമ്മൾ പഠിക്കണം. ദെൻ പ്രൊജക്ട് പ്ലാനിങ്ങിനകത്ത് വീണ്ടും നമുക്ക് പഠിക്കാനുള്ള ലൈൻസ് ഓഫ് കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. കൊക്കോമോ മോഡൽ ഉണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്റ്റീവ് മോഡൽ, അതിന്റെയും പ്രോബ്ലംസ് ഉണ്ട്. PERT ആൻഡ് CPM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഗാൺ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഷെഡ്യൂളുകളും ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഗാൺ ചാർട്ട്. ദെൻ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, SRS, ഡേറ്റ ഫ്ലോ ഡയഗ്രാം, DFD ഡയഗ്രാം ഉണ്ടല്ലോ. ആ DFD ഡയഗ്രത്തിലെ ഓരോ ഇമേജുകളുടെ ഇമ്പോർട്ടൻസ്, അതിന്റെ ലെവലുകൾ, ഇതെല്ലാം നമുക്ക് നോക്കണം. ദെൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് 2 ടെസ്റ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്, ബ്ലാക്ക് ബോക്സും വൈറ്റ് ബോക്സും. അല്ലെങ്കിൽ നമുക്ക് അതിന് പല പേരുകളുണ്ട് അല്ലെ. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല പേരുകളിലും അത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്, റിഗ്രഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ
പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ആണ് ഉള്ളത്. അപ്പൊ ആ ടെസ്റ്റിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ദെൻ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി മെട്രിക്സ് ആണ്. ദെൻ ISO 9000 എന്താണെന്ന് നോക്കണം. ദെൻ അതിനുശേഷം SEI CMM കേസ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുറെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഈ സ്പെസിഫിക്കേഷൻസിന്റെ കുറച്ച് ഫുൾ ഫോമും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട് കേട്ടോ അതിനുള്ളില്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴും ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗും നോൺ ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗും ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓപ്സ് കൺസെപ്റ്റുകൾ, ക്ലാസ്, ഒബ്ജക്റ്റ് എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, പോളിമോർഫിസം എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഓപ്സ് കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുക. ദെൻ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പോപ്പ് ആൻഡ് ഓപ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുക. ബെനിഫിറ്റ്സ് ഓഫ് ഓപ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസസ് എന്താണ്, ദെൻ ഇതിനുള്ളിൽ വരുന്ന മെത്തേഡുകൾ എന്താണ്, ദെൻ കൺസ്ട്രക്ടേഴ്സ് എന്താണ്. ഡിഫറെന്റ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, അതുപോലെ തന്നെ കോപ്പി കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാന്ന് നോക്കുക. ദെൻ ഓപ്പറേറ്റർ ആൻഡ് ഫംഗ്ഷൻ ഓവർലോഡിങ്, അത് പ്രോബ്ലം വെച്ചൊക്കെ, അതായത് പ്രോഗ്രാം കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറയും. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ PYQ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇൻഹെറിറ്റൻസ് പല തരത്തിലുണ്ട്. മൾട്ടിപ്പിൾ, മൾട്ടി ലെവല്, അങ്ങനെ പല തരത്തിലുള്ള സിംഗിൾ ഇൻഹെറിറ്റൻസ്, അങ്ങനെ പല തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. ദെൻ പോളിമോർഫിസം എന്താണെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് പല തരത്തിലുള്ള പോളിമോർഫിസംസ് ഉണ്ട്, അത് നോക്കുക. ദെൻ മൾട്ടി ത്രെഡിങ് ഉണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇതിന്റെ എല്ലാം കോഡിന്റെ പ്രോഗ്രാം കോഡും വെച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇതിനൊക്കെ അതായത് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ കോഡും കൂടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഒരു കോഡ് സ്നിപ്പറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ കോഡ് ഇന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. കോഡും കൂടെ കാണിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന വീഡിയോസ് അവൈലബിൾ ആണ്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതിനുള്ള. ദെൻ പ്രോഗ്രാമിംഗ് ഇൻ C++ ആൻഡ് ജാവ, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അതോടുകൂടി മൊഡ്യൂൾ 3 നമുക്ക് കംപ്ലീറ്റ് ആയി. ദെൻ മൊഡ്യൂൾ 4 പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡേറ്റ സ്ട്രക്ചർ മാത്രമാണ് നോക്കുന്നത്. അത് 10 മാർക്കാണ്. ഡേറ്റ സ്ട്രക്ചറിനകത്ത് പല തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചർ ആണുള്ളത് അല്ലെ. സ്റ്റാക്ക് ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ആ സ്റ്റാക്കിനെ നമുക്ക് അറേ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അറേ റെപ്രസെന്റേഷൻ സ്റ്റാക്കിൽ മെയിൻ ആയിട്ട് വരുന്ന 2 ഓപ്പറേഷൻസ് ആണ് പുഷും പോപ്പും. ഇനി സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ്ഫിക്സ് ആണ്. ഇതിന്റെ എല്ലാം കൺവേർഷന് വേണ്ടി നമുക്ക് സ്റ്റാക്കിനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഡേറ്റ സ്ട്രക്ചർ എന്താണ്? അടുത്ത ഡേറ്റ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ക്യൂ ആണ്. അവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസോ ഇൻസേർഷനും ഡിലീഷനും. ഇനി മറ്റൊരു ക്യൂ ആണ് സർക്കുലർ ക്യൂ, പ്രയോറിറ്റി ക്യൂ, അതുപോലെ തന്നെ ഡബിൾ എൻഡഡ് ക്യൂ അല്ലെങ്കിൽ DQ. ദെൻ അവിടെ തന്നെ നിങ്ങൾക്ക് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ MLOK, CLOK, ഫ്രീ എന്ന് പറയുന്ന 3 ഫങ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ പഠിക്കണം. ദെൻ പിന്നീട് നമ്മൾ നോക്കുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് അവിടെയും നമ്മൾ പെർഫോം ചെയ്യുന്നത് ഇൻസേർഷൻ പെർഫോം ചെയ്യും, ഡിലീഷൻ പെർഫോം ചെയ്യും, ട്രാവേഴ്സൽ ഉണ്ടാകും. ഇതിന്റെയും കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമ്മളോട് പറയും. അപ്പൊ ലിങ്ക് ലിസ്റ്റും പല തരത്തിലുണ്ട്. ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ദെൻ അതിനുശേഷം അടുത്ത ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ട്രീയിലോട്ട് നമ്മൾ പോകുന്നത്. ബൈനറി ട്രീ റെപ്രസെന്റേഷൻ. ആ ബൈനറി ട്രീ റെപ്രസെന്റേഷനകത്ത് മറ്റൊരു കാറ്റഗറിയാണ് BST, ബൈനറി സെർച്ച് ട്രീ. അതായത് ട്രീയുടെ മറ്റൊരു പ്രോപ്പർട്ടി വെച്ചുള്ള ഒരു കൺസെപ്റ്റ് ആണ് ബൈനറി സെർച്ച് ട്രീ. അവിടെ നമ്മൾ എന്തൊക്കെ പെർഫോം ചെയ്യും? ഇൻസേർഷൻ, ഡിലീഷൻ, ട്രാവേഴ്സൽ ഓൺ ട്രീ. അപ്പൊ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഓർഡർ ട്രാവേഴ്സൽ ഉണ്ട്, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഉണ്ട്, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഉണ്ട്. അപ്പൊ മേ ബി നിങ്ങൾക്ക് ഒരു ട്രീ തന്നിട്ട് അതിന്റെ ഇൻഓർഡർ ട്രാവേഴ്സൽ ഓപ്ഷനിൽ തരും എഴുതാൻ പറയും, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓപ്ഷനിൽ തരും എഴുതാൻ പറയും. അപ്പൊ ഇതൊക്കെ
നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ, അതായത് നമ്മൾ കുറെ PYQ ചെയ്ത് നോക്കണം. പിന്നെ മാത്രമല്ല നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡുകൾ സജസ്റ്റ് ചെയ്ത് തരും. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കണം, ഓപ്ഷനിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ കാണിക്കുകയല്ല വേണ്ടത്. നമ്മൾ പെട്ടെന്ന് ആ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണത്തിലോട്ട് എത്തിച്ചേരുകയാണ് വേണ്ടത്, അല്ലെ? അല്ലാതെ എനിക്ക് ട്രീ അറിയാം, ട്രാവേഴ്സിൽ എല്ലാം അറിയാം, ഇൻഓർഡർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, പ്രീ ഓർഡർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനല്ല നമ്മൾ അവിടെ നോക്കേണ്ടത്. അവിടെ നമുക്ക് ഉള്ള കഴിവ് എന്താണ് നമുക്ക് വേണ്ടത്? അവിടെ നമുക്ക് വേണ്ട കഴിവ് എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ കഴിവ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷോർട്ടസ്റ്റ് മെത്തേഡുകൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഓർഡർ ആണെങ്കിൽ ഏതായിരിക്കും അതിന്റെ ആൻസർ? അങ്ങനെ നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത്, ഓപ്ഷനിൽ നിന്ന് റോങ് ആൻസറുകൾ എലിമിനേറ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ദെൻ ത്രെഡഡ് ബൈനറി ട്രീ ഉണ്ട്. ദെൻ അതിനുശേഷം അടുത്ത ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് രണ്ട് രീതിയിലാണുള്ളത്, ഡയറക്റ്റ് ഗ്രാഫും ഉണ്ട്, അൺഡയറക്റ്റഡ് ഗ്രാഫും ഉണ്ട്. അതിൽ ഡയറക്റ്റഡ് ഗ്രാഫ് നോക്കുക. ദെൻ അതിനുശേഷം ഈ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ് ആണുള്ളത്, അഡ്ജസൻസി മെട്രിക്സും അതോടൊപ്പം തന്നെ അഡ്ജസൻസി ലിസ്റ്റും. അതിന്റെ ബെനിഫിറ്റ്സുകളും അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുമെല്ലാം നിങ്ങൾ നോക്കുക. ട്രീ ട്രാവേഴ്സിൽ ചെയ്തതുപോലെ തന്നെ ഗ്രാഫിലും ട്രാവേഴ്സിൽ ഉണ്ട്. അതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത് ഫസ്റ്റ് സെർച്ചും. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്, ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്? ഇതെല്ലാം നമ്മളോട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ അത് കൺസെപ്റ്റ് വെച്ച് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 5 പോവാണ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അഗൈൻ യു വിൽ ഗെറ്റ് 10 മാർക്സ് ഫ്രം ദിസ് മൊഡ്യൂൾ. അവിടെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS-ൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് എപ്പോഴും കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതായത് കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ പറയപ്പെടുന്ന DBMS എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് പോകുന്നത്. അവിടെ നമുക്ക് DBMS-ന്റെ യൂസേഴ്സിനെ പഠിക്കണം. അതോടൊപ്പം തന്നെ സ്കീമ ആർക്കിടെക്ചർ. സ്കീമ എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. ഓക്കെ, 3 ടയർ ആർക്കിടെക്ചർ ഒക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പൊ ആ ആർക്കിടെക്ചർ പഠിക്കുക. അവിടെ നമ്മൾ ആ 3 ടയർ ആർക്കിടെക്ചറിൽ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ആണുള്ളത്, ഫിസിക്കലും ലോജിക്കലും. അതോടൊപ്പം തന്നെ ഡേറ്റാബേസ് മോഡൽ ഉണ്ട്. മോഡൽ എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ ആവാം, നെറ്റ്വർക്ക് ആവാം, റിലേഷണൽ മോഡൽ ആവാം. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലുകളൊക്കെ അവൈലബിൾ ആണ്. ദെൻ DBMS-ന്റെ ആർക്കിടെക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞ 3 ടയർ ആർക്കിടെക്ചർ. ആ ആർക്കിടെക്ചർ വെച്ചിട്ട് വരുമ്പോൾ ഓരോ ടയറുകളാണുള്ളത്, 3 ടയറുകളാണ്. ആ ഓരോ ടയറിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് DDL, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കിടെക്ചർ സെൻട്രലൈസ്ഡ്, 2 ടയർ, 3 ടയർ ആർക്കിടെക്ചർ. ദെൻ അതിനുശേഷം നമ്മൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ നമ്മൾ പഠിക്കുവാണ്. ഓക്കെ, എൻറ്റിറ്റി എന്താണ്, റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. ദെൻ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്. ദെൻ UML, യൂണിഫൈഡ് മോഡൽ ലാംഗ്വേജ് ഉണ്ട്. അതിലെ ക്ലാസ് ഡയഗ്രംസ് ഉണ്ട്. ദെൻ റിലേഷണൽ മോഡൽ കൺസെപ്റ്റ്. റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. ആ റിലേഷണൽ മോഡലില് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? കീ, പലതരത്തിലുള്ള കീ ഉണ്ട്. സൂപ്പർ കീ, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ദെൻ ഓൾട്ടർനേറ്റീവ് കീ എന്ന് പറയുന്ന പലതരത്തിലുള്ള കീസ് ഉണ്ട്. ആ കീയുടെ കാര്യങ്ങൾ പഠിക്കണം. ദെൻ റിലേഷണൽ ആൾജിബ്ര. റിലേഷണൽ ആൾജിബ്രയില് സെലക്ഷൻ, പ്രൊജക്ഷൻ, യൂണിയൻ, ഇന്റർസെക്ഷൻ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ജോയിൻ, ഡിവിഷൻ, ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പൊ ഇതിന്റെ എല്ലാം റിലേഷണൽ ആൾജിബ്ര ക്വറി തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളോട് ചോദിക്കും. നമ്മൾ അത് തന്നെ മനസ്സിലാക്കി പഠിക്കുക. കൺസ്ട്രെയിൻസ് ഉണ്ട്, ഡൊമൈൻ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. അതെന്താണെന്ന് തിയറിറ്റിക്കലി മനസ്സിലാക്കുക. ദെൻ പ്രാക്ടിക്കലി നമ്മൾ ഓരോ ടേബിൾ വെച്ച് അത് ചെയ്ത് നോക്കുക. ദെൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ലോസ്ലെസ് ആണോ, ലോസി ആണോ, പ്രിസർവ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. കുറെ തിയറിറ്റിക്കലി നമ്മൾ അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്.
ദെൻ നോർമലൈസേഷൻ. ഒരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നോർമലൈസേഷൻ. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, ബോയ്സ് കോഡ് നോർമൽ ഫോം, ദെൻ അതിനുശേഷം ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് സിലബസ് പ്രകാരം BCNF വരെ, ബോയ്സ് കോഡ് നോർമൽ ഫോം വരെ പഠിച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അതുപോലെ ഫങ്ഷണൽ ഡിപെൻഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നതും തിയറി പ്ലസ് പ്രോബ്ലം ആണ് കേട്ടോ. തിയറി പ്ലസ് പ്രോബ്ലം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ദെൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ആ ട്രാൻസാക്ഷനകത്ത് കൺകറൻസി കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സീരിയലൈസബിലിറ്റി വരുന്നുണ്ട്. അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസാക്ഷനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ദെൻ SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അവിടെ ഡേറ്റ ടൈപ്പ് എന്താണ്, അതിന്റെ കമാൻഡുകൾ, ക്രിയേറ്റ് കമാൻഡ്, ഡ്രോപ്പ് കമാൻഡ്, സെലക്ട് കമാൻഡ്, അപ്ഡേറ്റ് കമാൻഡ്, ഇൻസേർട്ട് കമാൻഡ്, ഡിലീറ്റ് കമാൻഡ്, ഈ കമാൻഡുകളെല്ലാം നമ്മൾ പഠിക്കണം. ദെൻ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, ഗ്രൂപ്പിങ്ങിന് വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കമ്മിറ്റ്, അതായത് ഈ ട്രാൻസാക്ഷനിൽ വരുന്നതാണ് കമ്മിറ്റ്, റോൾ ബാക്ക് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ. ദെൻ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഉണ്ട്. ട്രിഗർ, കഴ്സർ ഒക്കെ വരുന്ന പ്രോബ്ലംസ് ആണ്. ദെൻ എംബഡഡ് ആൻഡ് ഡൈനാമിക് SQL, ഇതൊരു പുതിയൊരു ടോപ്പിക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ മീൻ നമ്മൾ നേരത്തെ സിലബസിൽ അങ്ങനെ കണ്ടിട്ടില്ല എംബഡഡ് ആൻഡ് ഡൈനാമിക്സ് SQL. ദെൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റാബേസ്, ദെൻ JDBC ODBC ഡ്രൈവേഴ്സ്. ദെൻ JDBC ODBC ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലോട്ട് നമ്മൾ ഇപ്പൊ ജാവ ചെയ്യുവാണ്, ജാവയിൽ നമുക്ക് എന്ത് വേണം, ഒരു ഡേറ്റാബേസ് കണക്ടിവിറ്റി കൊടുക്കണം. അതാണ് ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 6, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് വെബ് ടെക്നോളജി ആണ്. അവിടെ നമുക്ക് 3 സബ്ജക്റ്റ് ആണുള്ളത്. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. ഡേറ്റ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ബേസിക്കലി കോമ്പോണൻസ് നോക്കും. കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ലാനും വാനും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ അനലോഗും ഡിജിറ്റൽ സിഗ്നൽസും, അനലോഗ് സിഗ്നൽസും ഡിജിറ്റൽ സിഗ്നൽസും തമ്മിലുള്ള കാര്യങ്ങള്, ദെൻ OSA ISO OSA ആർക്കിടെക്ചർ, TCP/IP മോഡല്, ദെൻ ട്രാൻസ്മിഷൻ മീഡിയം ഗൈഡഡും അൺഗൈഡഡും വരും. ദെൻ അവിടെ പിന്നെ നമ്മൾ നോക്കുന്നത് OSA മോഡലിലെ പല ലെയറുകളും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയും, ദെൻ നമ്മൾ പിന്നെ നോക്കുന്നത് എറർ ഡിറ്റക്ഷനും കറക്ഷനുമാണ് നമ്മുടെ ഡേറ്റാ ലിങ്ക് ലെയറിലെ. ദെൻ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഫ്ലോ കൺട്രോൾ ടെക്നിക്ക് നമ്മൾ നോക്കും. ദെൻ FDM, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളും, സ്വിച്ചിങ് ടെക്നിക്ക്, പോളിംഗ് എല്ലാം നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കും. അതിന്റെ ഒരു ബാക്കി പത്രമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ ഡേറ്റാ ലിങ്ക് ലെയറിലോട്ട് വരും. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ലെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി 6 ലെയർ ഇല്ലേ, 6 ലെയർ ആണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ പഠിക്കുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്, ഡേറ്റാ ലിങ്ക് ലെയറിൽ MAC സബ് ലെയർ അല്ലെ, മീഡിയം ആക്സസ് കൺട്രോൾ സബ് ലെയർ പഠിക്കും. ദെൻ അതിനുശേഷം കരിയർ സെൻസ് മൾട്ടിപ്ലക്സസ്, കൊളിഷൻ ഡിറ്റക്ഷന്, IEEE സ്റ്റാൻഡേർഡ്, ലോജിക് ലിങ്ക് കൺട്രോൾ, ATM ടെക്നിക്ക് എന്താണ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയർ. അടുത്ത ലെയർ കണ്ടോ, ഓൾറെഡി ഡേറ്റാ ലിങ്ക് ലെയർ എടുത്തു. ദെൻ അടുത്തത് നെറ്റ്വർക്ക് ലെയർ അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആയിട്ടുള്ള റൂട്ടിങ്, കൺജഷൻ കൺട്രോൾ അൽഗോരിതം. ദെൻ അവിടെ നമ്മൾ IP വെർഷൻ 4ഉം IP വെർഷൻ 6ഉം പഠിക്കും. അവിടെ വരുന്ന സബ്നെറ്റിംഗ് കൺസെപ്റ്റ് പഠിക്കും. അടുത്ത ലെയർ കണ്ടോ, ട്രാൻസ്പോർട്ട് ലെയർ, അടുത്ത ലെയർ അവിടുത്തെ സർവീസും പ്രിമിറ്റീവ്സും അഡ്രസ്സിങ്ങും നമ്മൾ നോക്കും. ദെൻ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിലെ പല ആപ്ലിക്കേഷൻസ്, ഡൊമൈൻ നെയിം സെർവർ, ഇമെയില്, SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോള്, POP3 ദാറ്റ് ഈസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വെർഷൻ 3, MIME അല്ലെ, നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഡിവൈസുകളായിട്ടുള്ള റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൗട്ടർ, ഗേറ്റ്വേ, ദെൻ വയർലെസ് ആക്സസ് പോയിന്റ്, ബ്ലൂടൂത്ത്. ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കും, നെറ്റ്വർക്കിംഗ് ഡിവൈസിന്റെ കൺസെപ്റ്റിൽ പഠിക്കും. ദെൻ UDP പ്രോട്ടോകോൾ എന്താന്ന് പഠിക്കും, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോള്, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോള്, ടെൽനെറ്റ് അല്ലെ, ദെൻ വോയിസ് ഓവർ IP. ദെൻ നോക്കിക്കേ, ക്രിപ്റ്റോഗ്രഫിയുടെ 2-3 കൺസെപ്റ്റ് നമ്മൾ ഇവിടെ പഠിക്കും. പബ്ലിക് കീ,
പ്രൈവറ്റ് കീ എന്താണ് ക്രിപ്റ്റോഗ്രഫിയില്, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് നമ്മൾ പഠിക്കും, ദെൻ ഫയർവാൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും കൂടെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ആണ്, അല്ലെങ്കിൽ ഈ 6ാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് സബ് ടോപ്പിക് ആണ് വെബ് ടെക്നോളജി. വെബ് ടെക്നോളജിക്കകത്ത് സെർവർ സോഫ്റ്റ്വെയർസ്, നമ്മൾ HTML ടാഗുകൾ അല്ലെ, പല ടാഗുകൾ ഉണ്ട്, ഫോം കൺട്രോൾസ്, എംബഡഡിംഗ് മൾട്ടിമീഡിയ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതുപോലെ തന്നെ ഇൻലൈൻസിനും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റും നമ്മൾ നോക്കും. ദെൻ മെനൂസ്, ബിൽഡിംഗ് CSS മെനൂസ്, യൂസർ സ്റ്റൈൽ ഷീറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, സെർവർ സൈഡ് ആൻഡ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നോക്കും, ജാവാ സ്ക്രിപ്റ്റ് കൺസെപ്റ്റ്, അവിടെ ഇവന്റ് ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്, ഇവിടെ നമ്മുടെ പ്രോഗ്രാമിംഗ് കോഡ് കൂടെ നമ്മൾ പഠിക്കണം കേട്ടോ. അവിടെ ഡേറ്റ വാലിഡേഷന്, സെർവർ സൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, അപ്പാഷെ സെർവറിനെ കോൺഫിഗർ ചെയ്യുന്നത്, MySQL എന്താണ്, PHP എന്താണ്, PHPയുടെ കുറെ കോൺസെപ്റ്റുകൾ, അവിടെ PHPയിലെ എലമെന്റുകൾ എന്താണ്, ഫംഗ്ഷൻ അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ക്ലാസും ഒബ്ജക്റ്റും എന്താണ്, പിന്നെ ഡേറ്റാബേസ് കണക്ടിവിറ്റി PHPയിൽ എങ്ങനെയാണ്, സെഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ കുക്കി എന്താണ്, ഇതൊക്കെ തിയറിറ്റിക്കലി നമ്മൾ പഠിക്കണം കേട്ടോ. തിയറിറ്റിക്കലിയും പഠിക്കണം, പ്രോബ്ലമാറ്റിക് ആയിട്ടും അവിടെ നമ്മൾ പ്രോഗ്രാം കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ദെൻ ഫയൽ അപ്ലോഡിങ് എങ്ങനെയാണ്, സെൻഡിങ് ഇമെയിൽ ഇൻ PHP, സ്റ്റോറി ബോർഡ്, വെബ് ഒപ്റ്റിമൈസേഷൻ, വെബ് ഹോസ്റ്റിംഗ് എങ്ങനെയാണ്, ഡൊമൈൻ നെയിം എങ്ങനെ രജിസ്റ്റർ ചെയ്യും, സെർവർ സ്പേസ് എങ്ങനെ ഹയർ ചെയ്തെടുക്കും, FTP യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്, വെബ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ മൊഡ്യൂൾ 6ൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 6ൽ വെബ് ടെക്നോളജിയിലെ കുറെ പോയിന്റുകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കാം മേ ബി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് വെബ് ടെക്നോളജി ആയിരിക്കും. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാവുന്നതാണ്, മനസ്സിലാക്കി എടുക്കാൻ എളുപ്പവുമാണ്. വെബ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പ്രോഗ്രാമും കൂടെ ആയതുകൊണ്ട് ആ കോഡും കൂടെ മനസ്സിലാക്കി വേണം നമുക്ക് പഠിക്കാനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വെബ് ടെക്നോളജിയിൽ ഫീൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, ഇനി നമ്മൾ റെഫറൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് നോക്കുന്ന കുറച്ച് വെബ്സൈറ്റുകളൊക്കെയാണ്. അത് തിയറി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 വെബ്സൈറ്റുകൾ ഇട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് സ്മാഷേഴ്സിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് PYQ പ്രീവിയസ് ഇയർ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഡിജിമെന്റോയുടെ വെബ്സൈറ്റുകളുണ്ട്, അവിടെ നമുക്ക് ഗേറ്റും അതുപോലെ തന്നെ UGC നെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞ സാൻഡ് ഫൗണ്ടറി അവൈലബിൾ ആണ്. ദെൻ ഈ പറയപ്പെടുന്ന ജാവ, നമുക്കിവിടെ പൈത്തൺ ഇല്ല, HTML, ജാവാ സ്ക്രിപ്റ്റ്, PHP ഇതെല്ലാം നമുക്ക് പഠിക്കണമെങ്കിൽ W3 സ്കൂളിന്റെ ഓൺലൈൻ വെബ് ട്യൂട്ടോറിയലും അവൈലബിൾ ആണ്. ഓക്കെ, സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളോ, ഇത്രയും പറഞ്ഞ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. അൽഗോരിതം ടു വിൻ, ദ വിന്നിംഗ് സ്ട്രാറ്റജി. സോ നമുക്കറിയാം നമ്മളുടെ എക്സാം ജൂലൈ 5-ാം തീയതിയാണ് എക്സാം നടക്കുന്നു. എക്സാം നടക്കുമ്പോൾ ഉടനെ തന്നെ ഇപ്പൊ എല്ലാം പെട്ടെന്ന് PSCയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും എല്ലാം പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാം ഉടനെ തന്നെ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയും നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷനിൽ എത്തുകയും ദെൻ ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പൊസിഷനിൽ എത്തുകയും ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ജോലി ഡ്രീം ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞുവല്ലോ, നമുക്കിപ്പോ സാലറി ആണ്, നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന സാലറിയിൽ കൊണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ മാത്രമല്ല ഒരു ഗസറ്റഡ് ജോബ് ആണ്, ഒരു ടീച്ചിങ് ജോബ്. അതായത് എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും ലീവ്, മറ്റുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ACT പേ സ്കെയില്, അതുപോലെ തന്നെ ബാക്കിയുള്ള
കരിയർ അഡ്വാൻസ്മെന്റ്, ഇതെല്ലാം വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു ടീച്ചിങ് ജോബിന് അതിൻ്റെതായ ഒരു പൊസിഷൻ ഉണ്ട് സൊസൈറ്റിയിൽ. അത് നമ്മൾ ഡ്രീം ചെയ്യുക. ഫസ്റ്റ് പ്രയോറിറ്റി മിക്കപ്പോഴും എല്ലാവരും സാലറിക്ക് തന്നെ ആയിരിക്കാം മേ ബി കൊടുക്കുന്നത്. എനിവേ സാലറി തന്നെ നിങ്ങൾ കരുതിക്കോളൂ. ദെൻ നമ്മൾ സിലബസ് നമ്മൾ ഇപ്പൊ പഠിച്ചതുപോലെ, ഞാനിപ്പോ നിങ്ങൾക്ക് 6 മൊഡ്യൂളും പറഞ്ഞു തന്നതുപോലെ ഞാൻ എല്ലാം ഇൻഡെപ്ത് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒന്ന് സിലബസിനെ സ്റ്റഡി ചെയ്യുക. ആ സിലബസിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ ആ വീക്ക് പോയിന്റ് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത്, ഡിവൈഡ് ദ സിലബസ് മൊഡ്യൂൾസ് ദെൻ ടോട്ടൽ ഡേയ്സ് ആസ് പെർ ദ കണ്ടന്റ് ആൻഡ് വെയിറ്റേജ്. നിങ്ങളുടെ ടഫ്നെസ് അനുസരിച്ച്, ഓക്കെ, നിങ്ങളുടെ ടഫ്നെസ് നോക്കുക, വേണമെങ്കിൽ വെയിറ്റേജ് നോക്കുക. വെയിറ്റേജിനേക്കാളും ഉപരി നമ്മളാണല്ലോ പഠിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ നോക്കുക. ഈ ഒരു സബ്ജക്ട് എനിക്ക് കുഴപ്പമില്ല, ഇത് എനിക്ക് ലാസ്റ്റ് പഠിച്ചാൽ മതി, എനിക്ക് എത്രയും അറിയാം, അല്ലെ എനിക്ക് ഈ ഒരു സബ്ജക്ട് ഒട്ടും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സബ്ജക്ട് ആദ്യം തന്നെ എടുക്കൂ. ഓക്കെ, അതിന് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇനി നമ്മളുടെ കയ്യിൽ ഒരു 70 ദിവസമാണ് കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ 70 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇന്നത്തെ വെച്ചിട്ടാണ് ഞാൻ ഈ 70 ഡേയ്സ് പറയുന്നത്. നിങ്ങൾ ഈ 6 മൊഡ്യൂളിനും 6 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മൊഡ്യൂൾ 1 3 സബ്ജക്ട് ഉണ്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾ 6 3 സബ്ജക്ട് ഉണ്ട്. മൊഡ്യൂൾ 2 2 സബ്ജക്ട് ആണെന്ന് തോന്നുന്നു അല്ലെ? മൊഡ്യൂൾസ് ബാക്കി എല്ലാത്തിലും ഓരോരോ സബ്ജക്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോ നിങ്ങൾ നോക്കുക ഏത് മൊഡ്യൂളിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു സബ്ജക്ട് പഠിക്കാൻ ഒരാഴ്ച സമയം എടുത്തോളൂ. ടോട്ടൽ 11 സബ്ജക്ട് അല്ലേ ഉള്ളത്? ഓക്കെ, ഒരാഴ്ച സമയം എന്ന് പറയുമ്പോ നിങ്ങൾ അതിൽ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഡിസ്കസ് ചെയ്ത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്ത് പൊക്കോളൂ. നമ്മൾ പറഞ്ഞു 11 മൊഡ്യൂളാണ്, ഒരാഴ്ച 7 ദിവസം 77 അല്ലെ? നമുക്ക് 70 ദിവസമേ കയ്യിലുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരാഴ്ച എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 5 ദിവസം നിങ്ങൾ എടുക്കുക. ഓക്കെ, 5 ദിവസം എടുക്കുക ഒരു സബ്ജക്ട് പഠിക്കാൻ. അത് മതി. കാരണം മൈക്രോ പ്രോസസർ ഒക്കെ പഠിക്കാൻ 5 ദിവസം ഒന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാവുന്ന സബ്ജക്ട് പഠിക്കാൻ 5 ദിവസം ഒന്നും വേണ്ട. ഒരു 55 ദിവസം കൊണ്ട് നിങ്ങൾ കൺസെപ്റ്റുകൾ മുഴുവൻ മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സബ്ജക്റ്റിൽ തറവായി, നിങ്ങൾ ഈ സിലബസ് കവർ ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ നിങ്ങളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ദിവസവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. കാരണം ഈ നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ലഹരി പോലെയായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കത് ചെയ്ത് ആൻസറിലോട്ട് എത്താനായിട്ട്, കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ആണ് അത് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ എപ്പോഴും നിങ്ങൾക്ക് ഒരു ബൂസ്റ്റിംഗ് പവർ ആണ് കിട്ടുന്നത്. എപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കാം. ചില പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. ഇപ്പോ നമുക്കറിയാലോ എക്സാം എല്ലാം മിക്കപ്പോഴും പ്രീവിയസ് ഗേറ്റ് ആൻഡ് UGC നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അപ്പം ഇതിന്റെ കുറെ സൈറ്റുകൾ അല്ലെങ്കിൽ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് PYQ സെഷൻസ്. അതെല്ലാം നമ്മൾ ഗേറ്റും UGC നെറ്റും വെച്ചിട്ടുള്ള PYQ സെഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ആണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നിങ്ങളുടെ സിലബസ് നിങ്ങൾ എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളത്, നിങ്ങളുടെ ഒരു ലെവല് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എവിടം വരെ എത്തി, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് പോകാം. ദെൻ എക്സാമിന് ഒരു 5 ദിവസം മുമ്പ്, അതായത് ഒരു ജൂൺ 30 നിങ്ങളുടെ പഠനവും കാര്യങ്ങളും എല്ലാം നിർത്തി നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ബുക്ക് ഉണ്ടാവാം, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവാം, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തൊന്ന് നോക്കുക. അവിടെ നിങ്ങൾ ടെൻഷൻ ഒന്നും ആവാതെ, പാനിക് ആവാതെ, അയ്യോ അത് പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ലല്ലോ എന്നൊന്നും നിൽക്കാതെ പതിയെ ഒന്ന് സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോവുക. ഒരു ദിവസം 24 മണിക്കൂർ സമയമുണ്ട്. ഈ 24 മണിക്കൂറിൽ നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ, ബാക്കി 16 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. 16 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ജോലിക്ക് പൊക്കോട്ടെ, ബാക്കി വീണ്ടും നിങ്ങളുടെ കയ്യിൽ 8 മണിക്കൂറുണ്ട്.
ഈ 8 മണിക്കൂറിൽ നിങ്ങൾ ഫുഡ് കഴിക്കാനും ഫോൺ വിളിക്കാനും ഫ്രണ്ട്സിനോട് സംസാരിക്കാനും മൊബൈൽ നോക്കാനും അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യാനും എല്ലാം 5 മണിക്കൂർ 6 മണിക്കൂർ എടുത്തോട്ടെ, ബാക്കി 1 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ എന്നിട്ടുമുണ്ട്. ഈ 1 മണിക്കൂർ മതി നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാനായിട്ട്. ഈ 1 മണിക്കൂർ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച്, നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് സമയമില്ല എന്ന് പലരും പറയും, അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. എന്തേറെ സമയമാണ് നമ്മൾ മൊബൈലിൽ അങ്ങോട്ട് സ്ക്രീൻ സ്ക്രോൾ ചെയ്തും സ്വൈപ്പ് ചെയ്തും കളയുന്നത്. അപ്പോ ആ ഒരു ടൈം ബൗണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ 24 മണിക്കൂർ 1 മണിക്കൂർ എനിക്ക് മതി ഇതൊന്ന് പഠിച്ചെടുക്കാൻ. അപ്പം അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ആക്കാതെ ഇന്ന് തൊട്ട് തന്നെ നമ്മളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള പഠനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആണസ്റ്റ് അക്കാഡമിയോട് ഒപ്പം ചേർന്ന് നിന്ന് പഠിച്ച് ഈ ഒരു എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിയിട്ട് കാര്യമില്ല, ഉന്നത പൊസിഷനിൽ തന്നെ എത്തുവാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുക. നമ്പർ സ്ക്രീനിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞുല്ലോ 24 മണിക്കൂറിൽ ആ ഓരോ മണിക്കൂറിനെ സ്പ്ലിറ്റപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ 1 മണിക്കൂർ മാത്രം മതി. ആ 1 മണിക്കൂർ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു റാങ്ക് കിട്ടട്ടെ. റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് കാര്യമില്ല, നല്ല പൊസിഷനിൽ എത്താനുള്ള ഒരു റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വെബിനാർ നിർത്തുന്നു. താങ്ക് യു.